2025 ഒക്ടോബർ 3 രാവിലെ കേരളത്തിലെ ഇടുക്കി ജില്ലയിലുള്ള ഉടുമ്പൻ ഗ്രാമത്തിൽ ഒരു കുളത്തിനരികെ ഡൈവേഴ്സിനെയും പോലീസുകാരെയും കണ്ടപ്പോൾ നാട്ടുകാർ ഞെട്ടിപ്പോയി. എല്ലാവരും ഒരേ ചോദ്യമാണ് ചോദിച്ചത്: ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ആ കുളം വളരെ ആഴമുള്ളതായിരുന്നു, ഏകദേശം 60 അടി. വെള്ളമാണെങ്കിൽ അതിശയകരമായി തണുത്തതും. പക്ഷേ ഡൈവേഴ്സ് വെറുതെ പരിശോധനയ്ക്ക് ഇറങ്ങിയതല്ല. അവർ തിരയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നിനെയായിരുന്നു: ഒരു മൊബൈൽ ഫോൺ. മണിക്കൂറുകളോളം നീണ്ട സൂക്ഷ്മമായ തിരച്ചിലിനൊടുവിൽ അഫ്സൽ എന്ന സൈനികനാണ് ഒടുവിൽ ആ ഫോൺ കണ്ടെത്തിയത്. വെള്ളത്തിൽ നിന്നും കയറുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എല്ലാവരും തിരഞ്ഞു, പക്ഷെ അത് കിട്ടിയത് എന്ന് അദ്ദേഹം സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആവേശം മറച്ചുവെക്കാനാകാത്തതായിരുന്നു. കൂടെ നിന്ന് സൈനികൻ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു, കൈയടിച്ചു. ആദ്യ നോട്ടത്തിൽ അതൊരു സാധാരണ ഫോൺ പോലെ തോന്നിയേക്കാം. പക്ഷേ ആ ഫോൺ അകത്ത് ഭീകരമായ രഹസ്യങ്ങൾ ഒളിപ്പിച്ചിരുന്ന ഒരാളുടേതായിരുന്നു. ഇപ്പോൾ ആ ഒരൊറ്റ ഫോൺ തന്നെ യഥാർത്ഥ കുറ്റവാളിയെ പിടികൂടാൻ പോലീസിന് സഹായകരമാകുന്ന ഒരു പ്രധാനപ്പെട്ട തെളിവായി മാറി. ഈ കഥ വീണ്ടും ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്: മനുഷ്യൻ തൻ്റെ ചിന്തകളേക്കാൾ ഭയാനകമാണ്. 2025 59 വയസ്സുള്ള സാം ഒരിക്കൽ സ്വപ്നങ്ങളാൽ നിറഞ്ഞ ഒരു യുവാവായിരുന്നു. എഞ്ചിനീയറിംഗ് കോളേജ് പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം ബാംഗ്ലൂരിലേക്ക് ജോലിക്കായി പോയി. അവിടെ ജോലി ചെയ്യുന്നതിനിടെ ഒരു സ്ത്രീയുമായി പ്രണയത്തിലായി. അവർ പിന്നീട് വിവാഹിതരായി. പക്ഷെ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ തുടർച്ചയായ വഴക്കുകളും അവബോധക്കുറവുകളും അവരുടെ ബന്ധത്തെ തകർക്കാൻ തുടങ്ങി. മാനസികമായി തളർന്ന സാം ഒരു കഠിനമായ തീരുമാനം എടുത്തു. അവൻ ഭാര്യയെ വിവാഹമോചനം ചെയ്ത് കേരളത്തിലേക്ക് മാറി, ഒരു പുതിയ തുടക്കത്തിനായി. കേരളത്തിൽ സാം പുതിയൊരു ജോലി കണ്ടെത്തി, പതുക്കെ പുതിയൊരു ജീവിതം പണിയാൻ തുടങ്ങി. അപ്പോഴാണ് അവൻ ഒരു സ്ത്രീയെ കണ്ടത്. അവളുമായി പ്രണയത്തിലായി. പിന്നീട് അവളെ തന്നെ വിവാഹം കഴിക്കുകയും ചെയ്തു. ആദ്യകാലത്തെ ജീവിതം സുഖകരമായിരുന്നു. കേരളത്തിൽ സാം പുതിയൊരു ജോലി കണ്ടെത്തി, പതിയെ ഒരു പുതിയ ജീവിതം പണിയാൻ തുടങ്ങി. അതിനിടെ അവൻ വീണ്ടും ഒരു ഡേറ്റിംഗ് ആരംഭിച്ചു. അപ്പോഴാണ് അവൻ ജെസി എന്നൊരു സ്ത്രീയെ പരിചയപ്പെടുന്നത്. അവളുമായി പ്രണയത്തിലായി. പിന്നീട് അവളെ തന്നെ വിവാഹം കഴിക്കുകയും ചെയ്തു. ആദ്യകാലത്തെ ജീവിതം വളരെ സുഖകരമായിരുന്നു. സാമും ജെസിയും സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിച്ചു. പക്ഷെ അധികം വൈകാതെ തന്നെ ജെസിക്ക് സാമിന്റെ സ്വഭാവത്തിൽ ഗൗരവമായ കുറവുകൾ കാണാൻ തുടങ്ങി. വാസ്തവത്തിൽ ഇതേ സ്വഭാവ കുറവുകളാണ് അവന്റെ ആദ്യ വിവാഹം തകർത്തതും. ജെസി അവന്റെ പഴയ ജീവിതത്തിലേക്ക് കുറച്ചുകൂടെ ആഴത്തിൽ നോക്കിയപ്പോൾ ഞെട്ടിക്കുന്ന സത്യങ്ങൾ പുറത്തു വന്നു. സാം മുമ്പ് ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ അവന് പല സ്ത്രീകളുമായും ബന്ധമുണ്ടായിരുന്നു. അവൻ ഇതിനു മുൻപ് വിവാഹിതനായിരുന്നു എന്നുള്ളതും സത്യം. ജെസിയുടെ വിശ്വാസം നേടാനായി സാം തന്റെ ആദ്യ ഭാര്യയെക്കുറിച്ച് കെട്ടുകഥകൾ പറയാൻ തുടങ്ങി. എന്റെ ആദ്യ ഭാര്യയ്ക്ക് മോശം സ്വഭാവമായിരുന്നു, ഞങ്ങൾ ഔദ്യോഗികമായി വിവാഹമോചനം നേടി എന്നിങ്ങനെ അവൻ പലതും പറഞ്ഞു. പക്ഷെ അതൊന്നും സത്യമായിരുന്നില്ല. എന്നാൽ ജെസി അവൻ പറഞ്ഞ ഓരോ വാക്കും വിശ്വസിച്ചു. അവൾ സാമിനെ തന്റെ ജീവിത സഖാവായി കണ്ടു. അതായിരുന്നു ജെസിയുടെ ഏറ്റവും വലിയ തെറ്റ്, സാമിനെ അത്ര എളുപ്പത്തിൽ വിശ്വസിച്ചത്. എങ്കിലും അവരുടെ ദാമ്പത്യ ജീവിതം ആരംഭിച്ചു. പക്ഷേ നിങ്ങൾ കരുതുന്നത് പോലെ സാമിന്റെ സ്വഭാവം ഒരിക്കലും മാറിയില്ല. വേഗം തന്നെ അവൻ വീണ്ടും മറ്റു സ്ത്രീകളുമായി ഫ്ലേർട്ട് ചെയ്യാൻ തുടങ്ങി. ജെസിയുടെ അറിവില്ലാതെ രഹസ്യ ബന്ധങ്ങൾ തുടരാൻ തുടങ്ങി. ഇപ്പോൾ ജെസി ചിന്തിച്ചു, ഇതുകൊണ്ടെല്ലാം ഞാൻ ഈ വിവാഹ ജീവിതം അവസാനിപ്പിക്കണോ? നമുക്ക് വിദേശത്തേക്ക് പോയാൽ എല്ലാം മാറിയേക്കാം. പുതിയ സ്ഥലത്ത് സാം ഒരു പക്ഷെ മാറിയേക്കാം എന്നൊക്കെ ചിന്തിച്ചു. അങ്ങനെ അവൾ സാമിനെ വിദേശത്ത് ജോലിക്ക് പോകാനായി നിരന്തരം പ്രേരിപ്പിച്ചു. ഇരുവരും ചേർന്ന് വിദേശ ജോലികൾ തേടാനും തുടങ്ങി. അവസാനം സൗദി അറേബ്യയിൽ ഇരുവർക്കും നല്ലൊരു ജോലി ലഭിച്ചു. പുതിയ തുടക്കത്തിന്റെ ആവേശത്തോടെ ഇരുവരും അവിടേക്ക് മാറി. ആദ്യ 2 വർഷം ജീവിതം സാധാരണമായിരുന്നു. അതിനിടെ അവർക്കൊരു മകൻ പിറന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ജെസി ഒരു മകളെയും പ്രസവിച്ചു. പക്ഷേ സാമിന്റെ യഥാർത്ഥ സ്വഭാവം ഒരിക്കലും മാറിയില്ല. കർശനമായ നിയമങ്ങളുള്ള ഒരു വിദേശ രാജ്യത്തിലായിരുന്നിട്ടും അവൻ വീണ്ടും ആ ലോക്കലിലുള്ള സ്ത്രീകളുമായി ബന്ധങ്ങൾ തുടങ്ങി, മതഭേദം പോലും നോക്കാതെ. എല്ലാ അപകടങ്ങളും അവഗണിച്ച് അവൻ രഹസ്യ ഡേറ്റിംഗും ബന്ധങ്ങളും എല്ലാം തുടർന്നു. വീട് വിട്ട് ദൂരെയായിരുന്നിട്ടും സാം തന്റെ ആ ഒരു ഇരട്ട ജീവിതം അവിടെയും തുടർന്നു. അതേസമയം അവൻ ജെസിയോട് സ്നേഹമുള്ള ഭർത്താവായി അഭിനയിച്ചു. മധുര വാക്കുകളും വ്യാജമായ സ്നേഹവും ഉപയോഗിച്ച് അവളെ മാനിപ്പുലേറ്റ് ചെയ്തു. ജെസി എല്ലാം കണ്ടിരുന്നു. അവൾ കാഴ്ചയില്ലാത്തവളൊന്നും ആയിരുന്നില്ലല്ലോ. എങ്കിലും അവൾ മൗനം പാലിച്ചു. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ദിവസം അവൻ ശരിക്കും മാറുമെന്ന ഒരു പ്രതീക്ഷയിൽ. ഒടുവിൽ ജെസി വീണ്ടും ചിന്തിക്കാൻ തുടങ്ങി. കുറഞ്ഞത് ജീവിതത്തിന്റെ അവസാന വർഷങ്ങളിലെങ്കിലും സാമിനെ മാറ്റാൻ കഴിഞ്ഞാൽ ഒരു പക്ഷെ എല്ലാം നന്നാകുമോ എന്ന പ്രതീക്ഷ. അതിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു അവൾ. അങ്ങനെയാണ് ഇരുവരും വീണ്ടും കേരളത്തിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചത്.
തിരിച്ചെത്തിയ ശേഷം ഇരുവരും ഓരോ ജോലി കണ്ടെത്തി. പിന്നീട് രണ്ടുപേരും ചേർന്ന് ഒരു വലിയ ബംഗ്ലാവ് പണിയാൻ തുടങ്ങി. ആ വീടിനായി ചിലവിട്ട പണത്തിൽ 70% ജെസ്സിയുടേതായിരുന്നു. 30% മാത്രമാണ് സാമിന്റെ സമ്പാദ്യം. പക്ഷെ അതിനെക്കുറിച്ച് ജെസ്സി ഒരിക്കലും പരാതിപ്പെട്ടില്ല. അവൾ ചിന്തിച്ചത് ഇത്ര മാത്രം: നമ്മൾ ഭർത്താവും ഭാര്യയുമാണ്. ആരാണ് കൂടുതൽ ചിലവിട്ടത്, ആരാണ് കുറവ് ചിലവിട്ടത് എന്നതൊന്നും കണക്കാക്കേണ്ട ആവശ്യമില്ല. എൻ്റേത് അവൻ്റേതാണ്, അവൻ്റേത് എൻ്റേതും. അങ്ങനെ ഒരു മനോഭാവത്തോടെയാണ് അവൾ തൻ്റെ സേവിങ്സ് സന്തോഷത്തോടെ ആ വീടിനെ ഉപയോഗിച്ചത്. എന്നെങ്കിലും ഒരു നാൾ സന്തോഷത്തോടെ ജീവിക്കാം എന്നൊരു സ്വപ്നമായിരുന്നു അവൾക്ക്. പക്ഷേ യാഥാർത്ഥ്യം അത്ര മനോഹരമായിരുന്നില്ല. കഴിഞ്ഞ 20 വർഷങ്ങളായി സാം ജെസ്സിയെ അവൻ എപ്പോഴും ചെയ്തിരുന്ന അതേ രീതിയിൽ തന്നെയാണ് പരിഹസിക്കുകയും വഞ്ചിക്കുകയും അപമാനിക്കുകയും സ്വാർത്ഥമായി പെരുമാറുകയും ചെയ്തത്. ഇതിനിടെ അവരുടെ മകനും മകളും വളർന്നു. പഠനത്തിനായി വിദേശത്തേക്ക് പോയി. ജെസ്സിക്ക് ബാക്കി വന്നത് പ്രതീക്ഷകളുടെയും ഹൃദയഭംഗത്തിന്റെയും ഓർമ്മകൾ മാത്രം. 2025 സെപ്റ്റംബർ മാസം 26-ാം തീയതി രാത്രി ഏകദേശം 9 മണിയോടെ ജെസ്സിയുടെ മൂത്ത മകൻ അവളെ വിളിച്ചു. അവർ എത്ര ദൂരെയായിരുന്നാലും എല്ലാ ദിവസവും അമ്മയെ വിളിക്കുക എന്നത് അവർ ഒരിക്കലും മറന്നിരുന്നില്ല. അന്നത്തെ രാത്രി മകൻ ഓസ്ട്രേലിയയിൽ നിന്നാണ് വിളിച്ചത്. ജെസ്സി ഫോൺ എടുത്തു. പക്ഷെ അടുത്ത സെക്കൻഡ് തന്നെ കോള് കട്ടാവുകയും ചെയ്തു. ഒന്ന് സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. മകൻ വീണ്ടും വീണ്ടും വിളിച്ചു. ഓരോ തവണയും കോൾ ഡ്രോപ്പ് ആയിക്കൊണ്ടിരുന്നു. ആദ്യം മകൻ ചിന്തിച്ചത് ഒരുപക്ഷെ നെറ്റ്വർക്ക് പ്രശ്നമായിരിക്കാം എന്ന്. പക്ഷെ അടുത്ത ദിവസം രാവിലെ മകനും മകളും വളരെ ആശങ്കപ്പെടാൻ തുടങ്ങി. അമ്മയായ ജെസ്സി അപ്പോഴും ഫോൺ എടുക്കുന്നില്ല. മകൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, അമ്മേ സുഖമാണോ എന്ന്. പക്ഷെ ആ മെസ്സേജുകൾ പോലും സീനായിരുന്നില്ല. ഇപ്പോൾ രണ്ടുപേർക്കും ഭയം കൂടി വന്നു. ഇപ്പോൾ ഇവർ അച്ഛനായ സാം ജോർജിനെ വിളിക്കാൻ തീരുമാനിച്ചു. ആദ്യ കോളിൽ തന്നെ അവൻ ഫോൺ എടുത്തു. എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ ആ കോളും കട്ടായി. വീണ്ടും വിളിച്ചപ്പോൾ കോൾ റിജക്റ്റ് ആയി. ഇപ്പോൾ ഇരുവർക്കും വ്യക്തമായി എന്തോ വലിയൊരു തെറ്റവിടെ സംഭവിച്ചു എന്ന്. അവർക്ക് അച്ഛൻ്റെ സ്വഭാവം നന്നായി അറിയാമായിരുന്നു. ഇതൊരിക്കലും സാധാരണ പെരുമാറ്റം അല്ല. ഭയന്നുപോയി ജെസ്സിയുടെ മകൻ ഉടൻ തന്നെ കേരളത്തിലുള്ള ഒരു സുഹൃത്തിനെ വിളിച്ച് എല്ലാം പറഞ്ഞു. വലിയൊരു ദുരന്തം സംഭവിച്ചിരിക്കാം എന്ന ഭയത്തോടെ. സുഹൃത്ത് ഒരു നിമിഷം പോലും കളയാതെ ജെസ്സിയുടെ വീട്ടിലേക്ക് പാഞ്ഞെത്തി. ഏകദേശം ഉച്ചയ്ക്ക് 12:30 അവൻ വീട്ടിലെത്തി. പ്രധാന ഗേറ്റ് പുറത്തു നിന്നും പൂട്ടിയ നിലയിലായിരുന്നു. വീടിനുള്ളിൽ ഒരു ശബ്ദവുമില്ല, ഒരു ചലനവുമില്ല. അവൻ ജെസ്സിയുടെ പേര് വീണ്ടും വീണ്ടും വിളിച്ചു. പക്ഷെ ആരുമില്ല. ഒരു നിമിഷം പോലും കളയാതെ അവൻ പോലീസിനെ വിളിച്ചു. വൈകാതെ ഒരു പോലീസ് സംഘം വീട്ടിലെത്തി. പോലീസ് പ്രധാന ഗേറ്റും തുറന്ന് വീടിന്റെ വാതിലും പൊളിച്ച് അകത്തേക്ക് കടന്ന നിമിഷം അവരെ വരവേറ്റത് വളരെ അസ്വസ്ഥമായ കാഴ്ചയായിരുന്നു. ഡ്രോയിങ് റൂമിൽ തീവ്രവും മൂർച്ചയുള്ളതുമായ ഒരു ഗന്ധം, മുളക് പൊടി പോലുള്ള കണ്ണുനീർ വരുത്തുന്ന ഒരു വാസന. ടേബിളിന് മുകളിൽ ഒരു ചെറിയ നനഞ്ഞ ടവൽ. കിച്ചണിൽ ഒരു ഗ്ലാസ് നിലത്ത് പൊട്ടിക്കിടക്കുന്നുണ്ട്. പോലീസിന് ഇതൊന്നും മനസ്സിലാക്കാനേ കഴിയുന്നില്ല. സാം ജോർജ് അവിടെ ഇല്ല. ജെസ്സിയും അവിടെ എങ്ങും കാണാനില്ല. പക്ഷെ വീടിന്റെ അവസ്ഥ ഒരൊറ്റ കാര്യം മാത്രമായിരുന്നു പറഞ്ഞത്: ഇവിടെ എന്തോ വളരെ ഗുരുതരമായ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് എന്ന്. ഉടൻ തന്നെ പോലീസ് ഓസ്ട്രേലിയയിലെ ജെസ്സിയുടെ മകനുമായി ബന്ധപ്പെട്ടു. അവനിൽ നിന്നും സാം ജോർജിന്റെ ഫോൺ നമ്പർ വാങ്ങി. ഇത്തവണ വിളിച്ചപ്പോൾ സാം ഒടുവിൽ ഫോൺ എടുത്തു. പോലീസ് ചോദ്യം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ സാം വളരെ അനാസ്ഥയോടെ സംസാരിച്ചു. ഞാനിപ്പോൾ പുറത്താണ്, പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞ് അവൻ കട്ട് ചെയ്തു. അതിൽ കൂടുതലൊന്നും അവൻ പറഞ്ഞില്ല. അതിനുശേഷം പോലീസ് ക്രൈം സീൻ സീൽ ചെയ്ത് ഫോറൻസിക് ടീമിനെ വിളിച്ചു. അന്വേഷണം ആരംഭിച്ചപ്പോൾ ഒരു കാര്യമാണ് അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയത്. ജെസ്സിയുടെ വീട്ടിലെ എല്ലാ CCTV ക്യാമറകളും ഓഫ് ചെയ്തിരിക്കുകയാണ്. DVR പരിശോധിച്ചപ്പോൾ സെപ്റ്റംബർ 26-ാം തീയതി രാത്രി 10:30 മുതൽ 12:30 വരെയുള്ള ഫൂട്ടേജ് മുഴുവനും മിസ്സിംഗ് ആണ്. അതായത് സാം ജോർജ് വീട്ടിൽ തിരിച്ചെത്തിയ കൃത്യമായ സമയം. പോലീസ് സാം ജോർജിനെ വീണ്ടും വിളിച്ചു ചോദിച്ചു, നിങ്ങളുടെ ഭാര്യ എവിടെയാണ്? അവൻ അവ്യക്തമായ മറുപടി നൽകി, എനിക്കുറപ്പില്ല, ഒരു പക്ഷെ അവൾ സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോയിരിക്കാം എന്ന്. പോലീസ് കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങി. അവർ നിങ്ങളുടെ ഭാര്യയാണ്. ഇത്ര നേരമായി വീട്ടിലില്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അവളെ ബന്ധപ്പെടാൻ ശ്രമിച്ചില്ല എന്ന്. ഇപ്പൊ സാം വളരെ ശാന്തമായി മറുപടി നൽകി, ഞങ്ങൾ ഏറെ നാളായി വേർപിരിഞ്ഞാണ് ജീവിക്കുന്നത്. ഒരേ വീട്ടിൽ കഴിയുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ ഞങ്ങൾ വേറെയാണ്. ഈ മറുപടികൾ പോലീസിന്റെ സംശയം കൂടുതൽ ശക്തമാക്കി. അതിനാൽ സെപ്റ്റംബർ മാസം 28-ാം തീയതി രാവിലെ തന്നെ ആ പ്രദേശത്തെ എല്ലാ CCTV ക്യാമറകളും പോലീസ് പരിശോധിക്കാൻ തുടങ്ങി. അവസാനം പോലീസ് വളരെ നിർണായകമായ ഒരു തെളിവ് കണ്ടെത്തി. സെപ്റ്റംബർ മാസം 26-ാം തീയതി രാത്രി 11:42 സാം ജോർജിന്റെ കാർ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായും പതിഞ്ഞിരുന്നു.
അതിനുശേഷം രാത്രി ഒരു 2:10 അതേ കാർ മറ്റൊരു ദിശയിൽ നിന്നും കോളനിക്കുള്ളിലേക്ക് തിരിച്ചെത്തുന്നതും ക്യാമറയിൽ രേഖപ്പെട്ടു. ഈ ദൃശ്യങ്ങൾ സുരക്ഷിതമാക്കിയ ശേഷം പോലീസ് സാം ജോർജിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. ഈ വീഡിയോസ് കാണിച്ചു കൊടുത്തപ്പോൾ സാം വളരെ ശാന്തമായി ഒഴിവാക്കാനുള്ള ശ്രമം നടത്തി. അവൻ പറഞ്ഞത്, ആ രാത്രി എനിക്ക് വളരെ മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നു, അതുകൊണ്ട് മനസ്സ് ശാന്തമാക്കാൻ ഞാനൊരു ലോങ് ഡ്രൈവ് പോയതാണ്. അതോടൊപ്പം അവൻ പറഞ്ഞത്, ജെസ്സി ഒരു പക്ഷെ അവളുടെ സഹോദരിയുടെ വീട്ടിലേക്ക് പോയിരിക്കാം എന്ന്. പക്ഷെ ഇതിനു മുൻപ് തന്നെ പോലീസ് ജെസ്സിയുടെ സഹോദരിയുമായി സംസാരിച്ചിരുന്നു. കഴിഞ്ഞ പല ദിവസമായി ജെസ്സി എന്റെ വീട്ടിലേക്ക് വന്നിട്ടില്ല എന്നായിരുന്നു അവരുടെ മറുപടി. സെപ്റ്റംബർ 29 പോലീസ് വീണ്ടും ഫോറൻസിക് ടീമിനെ സാം ജോർജിന്റെ വീട്ടിലേക്ക് വരുത്തി. ഇത്തവണ അവർ സാം ജോർജിന്റെ കാർ വിശദമായി പരിശോധിച്ചു. അവരുടെ സംശയം അവിടെ വച്ച് ഉറപ്പായി. കാറിനുള്ളിൽ രക്തക്കറകൾ കണ്ടെത്തി. അതോടൊപ്പം ഒരു മുടിയുടെ സാമ്പിളും ശേഖരിച്ചു. ഈ മുഴുവൻ തെളിവുകളും ആരുടേതാണെന്ന് കണ്ടെത്താനായി ലാബിലേക്കും അയച്ചു. തുടർന്ന് പോലീസ് ജെസ്സിയുടെ മക്കളുടെ മൊഴി രേഖപ്പെടുത്തി. മൂത്ത മകൻ പറഞ്ഞത്, അമ്മയെ കോണ്ടാക്ട് ചെയ്യാൻ ഞാൻ വീണ്ടും ശ്രമിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയി, അല്ലെങ്കിൽ കോളുകൾ ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കുകയോ ചെയ്യുകയായിരുന്നു. സെപ്റ്റംബർ 26 രാത്രി ഒരു 8:47 അമ്മയിൽ നിന്നും അവസാനമായി വന്ന മെസ്സേജിൽ പറഞ്ഞിരുന്നത്, ഞാൻ കുറച്ച് തിരക്കിലാണ്, പിന്നീട് സംസാരിക്കാം എന്ന്. അതിനുശേഷം ഒരു മെസ്സേജും ഇല്ല, ഒരു ഫോൺ കോളും ഇല്ല. ഇതിലൂടെ ഒരു കാര്യം പോലീസിന് വ്യക്തമായി, ജെസ്സിക്ക് എന്തോ സംഭവിച്ചത് രാത്രി 9 മണിക്ക് ശേഷമാണ്. ഇപ്പോൾ പോലീസ് ജെസ്സിയുടെ ഫോൺ ട്രാക്ക് ചെയ്യാൻ തുടങ്ങി. അവസാനമായി ഫോൺ സിഗ്നൽ ലഭിച്ചത് MG യൂണിവേഴ്സിറ്റി പ്രദേശത്തിനടുത്തായിരുന്നു. തിരച്ചിൽ തുടരുന്നതിനിടെ അപ്രതീക്ഷിതമായ ഒരു വാർത്തയും അവർക്ക് ലഭിച്ചു. ഉടുമ്പ താഴ്വരയിൽ ഒരു സ്ത്രീയുടെ വസ്ത്രങ്ങളും ചെരുപ്പുകളും കണ്ടെത്തിയതായി. അങ്ങനെ ഒക്ടോബർ 2 രാവിലെ മറ്റൊരു പോലീസ് സംഘം ഈ ഉടുമ്പ പ്രദേശത്തെത്തി. മുകളിലായി കഴുകന്മാർ ചുറ്റിക്കൊണ്ടിരുന്നത് പോലീസുകാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. താഴെ എന്തോ ഒളിഞ്ഞിരിക്കാമെന്നൊരു മുന്നറിയിപ്പ് പോലെ ആ കാഴ്ച തോന്നി. പോലീസ് വളരെ സുരക്ഷിതമായി താഴ്വരയിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. അല്പദൂരം കഴിഞ്ഞപ്പോൾ കട്ടിയുള്ള കുറ്റിക്കാടുകൾക്കിടയിൽ ഒരു സ്ത്രീയുടെ ചെരുപ്പുകൾ, ചില വസ്ത്രഭാഗങ്ങൾ, ചെളിയിൽ പതിഞ്ഞ കാലടയാളം എല്ലാം കണ്ടു. കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ ഒരു സ്ത്രീയുടെ മൃതദേഹം. അത് സാം ജോർജിന്റെ ഭാര്യ ജെസ്സി തന്നെയായിരുന്നു. മണിക്കൂറുകളോളം തിരച്ചിൽ നടത്തിയിട്ടും ജെസ്സിയുടെ ഫോൺ കണ്ടെത്താനായില്ല. അപ്പോൾ പോലീസുകാരന്റെ കണ്ണ് അടുത്തുള്ള ഒരു ചെറിയ കുളത്തിലേക്ക് വീണു. ഒരു വിചിത്രമായ സംശയം ആ പോലീസുകാരന്റെ മനസ്സിൽ വന്നു. അദ്ദേഹത്തിന്റെ മനസ്സ് പറഞ്ഞതനുസരിച്ച് ഉടൻ തന്നെ ഡൈവേഴ്സിനെ വിളിച്ചു. ആ കുളം 40-50-60 അടിയോളം ആഴമുള്ളതും അത്ര തണുത്ത വെള്ളമായിരുന്നു. എന്നാൽ ഡൈവേഴ്സ് ഒരു തരത്തിലുള്ള മടിയും കാണിക്കാതെ വെള്ളത്തിലേക്ക് ഇറങ്ങി. കുറച്ചു സമയത്തിന് ശേഷം അവർ മുകളിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഒരു ഡൈവറുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. അതെ, ജെസ്സിയുടെ മരണത്തിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിരുന്നു അത്. ഫോൺ ഉടൻ തന്നെ സീൽ ചെയ്ത് ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. ഡിലീറ്റ് ചെയ്ത ഡാറ്റ റിക്കവർ ചെയ്തപ്പോൾ അനവധി നിർണായക സത്യങ്ങൾ പുറത്തു വന്നു. അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഇങ്ങനെയായിരുന്നു. സെപ്റ്റംബർ 26 രാത്രി 11:42 സാം ജോർജ് ലോങ് ഡ്രൈവിന് പോയെന്ന് പറഞ്ഞ സമയത്ത് ജെസ്സിയുടെ ഫോൺ ലൊക്കേഷൻ സാം ജോർജിന്റെ കാറിനൊപ്പം ഇടുക്കി റോഡിലെ ഉടമ്പനൂർ ഭാഗത്ത് നീങ്ങുന്നത് റെക്കോർഡായിരുന്നു. ഇത് ഒരു കാര്യം സംശയാതീതമായി തെളിയിച്ചു. ആ രാത്രി ജെസ്സി സാം ജോർജിനൊപ്പം തന്നെയായിരുന്നു. ആ ലോങ് ഡ്രൈവിൽ ഇതിലും കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ട്. ജെസ്സിയുടെ ഫോണിൽ നിന്നും റിക്കവർ ചെയ്ത ചില മെസ്സേജുകൾ സത്യത്തിലേക്ക് നേരിട്ട് വിരൽ ചൂണ്ടുന്നതായിരുന്നു. അവളെ കൊന്നത് മറ്റാരും അല്ല, അവളുടെ സ്വന്തം ഭർത്താവ് സാം ജോർജ് തന്നെയായിരുന്നു. ജെസ്സി തൻ്റെ ഒരു സുഹൃത്തിന് മെസ്സേജ് അയച്ചിരുന്നു. വീട്ടിലെ അന്തരീക്ഷം അത്യന്തം സംഘർഷഭരിതമാണെന്നും ഭർത്താവ് വളരെ വിചിത്രമായി പെരുമാറുകയാണെന്നും അവൾ അതിൽ പറഞ്ഞിരുന്നു. ആ സമയം ജെസ്സി തുറന്ന് സമ്മതിച്ചു, എനിക്ക് അവനെ പേടിയാണ്. ജെസ്സിയുടെ ഫോണിൽ നിന്നുള്ള എല്ലാ തെളിവുകളും കേസ് പൊളിക്കാൻ അത്യന്തം നിർണായകമായി. തുടർച്ചയായ ചോദ്യം ചെയ്യലുകളും കർശനമായ പോലീസ് അന്വേഷണവും തെളിവുകളും ഓരോന്നായി പുറത്തു വന്നപ്പോൾ സാം ജോർജ് ഒടുവിൽ തളർന്നു. അതിനുശേഷം പുറത്തു വന്നത് എല്ലാവരെയും നടുക്കിയ ഒരു ഭീകര സത്യമായിരുന്നു. തുടർന്ന് കാണുന്നതിന് മുൻപ് ദയവായി ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. ഇതിലൂടെ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കും. 59 വയസ്സുള്ളപ്പോൾ സാം കോട്ടയം MG യൂണിവേഴ്സിറ്റിയിൽ യോഗ പഠിക്കാൻ ചേർന്നു. പഠനത്തിൽ അവന് വലിയ താല്പര്യം ഒന്നുമില്ലായിരുന്നു. പക്ഷേ കോളേജിലെ പുതിയ ആളുകളെ, പ്രത്യേകിച്ച് സുന്ദരിയായ പെൺകുട്ടികളെ പരിചയപ്പെടാനുള്ള ഒരു അവസരമായിരുന്നു അത്. അതുകൊണ്ടാണ് അവൻ അവിടെ ചേർന്നത്. അവിടെയാണ് അവൻ അത്യന്തം സുന്ദരിയായ ഒരു ഇറാനിയൻ പെൺകുട്ടിയെ പരിചയപ്പെടുന്നത്. സാം ഒന്നും മറച്ചു വെച്ചില്ല. അവൻ എല്ലാവരോടും പറഞ്ഞു, ഞാൻ സിംഗിളാണ്,
ഒരു നല്ല ജീവിത പങ്കാളിയെ തേടുകയാണ് എന്നൊക്കെ. അവന്റെ ആ ഒരു ചാരുത അവന്റെ പ്രായം പോലും മറികടക്കുന്നതായിരുന്നു. സ്വാഭാവികമായും ആ ഇറാനിയൻ പെൺകുട്ടിയും അവനോട് ഒരു ആകർഷിതയായി. സാധാരണ ഒരു സംഭാഷണമായി തുടങ്ങിയ ആ ബന്ധം എപ്പോഴാണ് ഒരു രഹസ്യബന്ധമായി മാറിയത് എന്ന് അവർക്ക് പോലും അറിയില്ലായിരുന്നു. തുടർന്ന് സാം പല സ്ത്രീകളെയും വീട്ടിലേക്ക് കൊണ്ടുവന്നു. മണിക്കൂറുകളോളം അവരോടൊപ്പം സമയം ചിലവഴിക്കുമ്പോൾ ജെസ്സി എല്ലാം മൗനത്തോടെ സഹിച്ചു. ഒരു ദിവസം ജെസ്സി അവനോട് നേരിട്ട് തന്നെ ചോദിച്ചു, ഇനി എനിക്ക് നിന്നോടൊപ്പം ജീവിക്കാൻ കഴിയില്ല, എനിക്ക് ഡിവോഴ്സ് വേണം. ഇത് കേട്ടപ്പോൾ സാമിന്റെ മുഖം ദേഷ്യത്തിൽ ഇരുണ്ടുപോയി. ഡിവോഴ്സ് സംഭവിച്ചാൽ അലിമോൺ നൽകേണ്ടി വരും. വീട്ടിൽ ജെസ്സിയുടെ പങ്ക് വളരെ വലുതാണെന്നും അവൻ അറിയാമായിരുന്നു. ഇപ്പോൾ ഭയവും ലോഭവും എല്ലാം അവന്റെ മനസ്സിനെ പിടിച്ചെടുത്തു. ജെസ്സി അവനെ വിട്ടുപോകുന്നതും വീടെടുത്തുകൊണ്ട് അവനെ ശൂന്യനാക്കി വിടുന്നതുമായ ഒരു ഭാവി അവൻ മനസ്സിൽ കണ്ടു. ആ ചിന്ത അവനെ വല്ലാതെ അലട്ടി. പതുക്കെ അവന്റെ മനസ്സിൽ ഒരു ഇരുണ്ട പദ്ധതി വന്നു. ജെസ്സിയെ പൂർണ്ണമായും തന്റെ വഴിയിൽ നിന്ന് മാറ്റണം എന്ന തീരുമാനത്തിലെത്തി. അവളെ കൂടുതൽ പ്രകോപിപ്പിക്കാൻ അവൻ കൂടുതൽ സ്ത്രീകളെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. അവളുടെ കോപവും നിരാശയും സ്വന്തം ലാഭത്തിന് ഉപയോഗിക്കാം എന്നവൻ കണക്ക് കൂട്ടിയിരുന്നു. അതേസമയം സാം ഇടുക്കി ജില്ലയിലെ ഉടുമ്പന്നൂർ ഭാഗത്ത് വീട്ടിൽ നിന്നും ഏകദേശം 60 കിലോമീറ്റർ അകലെയുള്ള ഒരു ശാന്തമായ സ്ഥലം നിരീക്ഷിക്കാൻ തുടങ്ങി. അത് ആഴമേറിയ ഒരു കൊക്കയും ഏകദേശം 59-60 മീറ്റർ ആഴമുള്ള ഒരു കുളവുമുള്ള ഒരു ഒറ്റപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായിരുന്നു. ഏകദേശം ഒരു 10-15 ദിവസം മുൻപ് അവൻ ആ സ്ഥലത്ത് ഒരു ദിവസം മുഴുവനും ചിലവഴിച്ചു. ആൾക്കാർ എപ്പോൾ വരുന്നു, എപ്പോൾ ആ സ്ഥലം ശൂന്യമാകുന്നു, ഇക്കാര്യങ്ങളെല്ലാം അവൻ നിരീക്ഷിച്ചു. രാത്രിയിൽ ആരെങ്കിലും ഇവിടെ പോകുമോ എന്ന പ്രദേശവാസികളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, രാത്രി കഴിഞ്ഞാൽ ഇത് അത്യന്തം അപകടകരമായ പ്രദേശമാണ്, ആരും ഇവിടെ പോകാറില്ല എന്ന്. ഇത് കേട്ടപ്പോൾ സാമിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ ഇതിനകം തീരുമാനിച്ചിരുന്നു, ജെസ്സിയെ കൊന്ന ശേഷം ഈ കൊക്കയിൽ നിന്നും താഴെ എറിയണം. ഇനി വേണ്ടത് ശരിയായ സമയം മാത്രമാണ്. അങ്ങനെ ആ സമയം സെപ്റ്റംബർ മാസം 25 വന്നു. അന്ന് അവൻ ആ ഇറാനിയൻ പെൺകുട്ടിയോടൊപ്പം വീട്ടിലെത്തി. പക്ഷേ ജെസ്സി അവളുടെ സഹനത്തിന്റെ അവസാന പരിധിയിലെത്തിയിരുന്നു. ഇനി ഈ വീടിനെ ഒരു കളിസ്ഥലമാക്കി മാറ്റാൻ അവൾ അനുവദിച്ചിരുന്നില്ല. ആ പെൺകുട്ടിയുടെ മുന്നിൽ തന്നെ ജെസ്സി സാമിനോട് ഉച്ചത്തിൽ കയ്യാങ്കളി നടത്തി. അവനോട് നേരിട്ട് ചോദ്യം ചെയ്തു. സാം പെൺകുട്ടിയോട് മുകളിലേക്ക് പോകാൻ പറഞ്ഞ് ജെസ്സിയിലേക്കാണ് തിരിഞ്ഞത്. അവസരം ശരിയാണ് എന്ന് തോന്നിയപ്പോൾ അവൻ പോക്കറ്റിൽ ഒളിപ്പിച്ചിരുന്ന മുളക് സ്പ്രേ എടുത്ത് ജെസ്സിയുടെ മുഖത്തേക്ക് തളിച്ചു. വേദനയിൽ അവൾ അലറി. കണ്ണും മുഖവും കത്തുന്ന വേദനയോടെ അവൾ മുറിയിലേക്ക് തളർന്നെത്തി മുഖം കഴുകാൻ തുടങ്ങി. പക്ഷേ സാം അവളെ പിന്തുടർന്നു. അവന്റെ കയ്യിൽ ഒരു തുവാലയുണ്ടായിരുന്നു. അതെടുത്ത് ജെസ്സിയെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ തുടങ്ങി. അല്പസമയത്തിനുള്ളിൽ തന്നെ ജെസ്സിയുടെ ജീവൻ അവിടെ നിലച്ചു. അതിനുശേഷം അവൻ കുറച്ചു സമയം ആ മുറിയിലിരുന്നു. പിന്നീട് ദിവസത്തിന്റെ ശേഷിക്കുന്ന സമയം അവന്റെ ആ ഗേൾ ഫ്രണ്ടിനോടൊപ്പം ഒന്നും സംഭവിക്കാത്തതുപോലെ ചിലവഴിച്ചു. രാത്രി ആയപ്പോൾ ആ പെൺകുട്ടിയെ വീട്ടിലേക്ക് അയച്ചു. ശേഷം ജെസ്സിയുടെ മൃതദേഹം കാറിന്റെ ഡിക്കിയിൽ വെച്ച് ഉടുമ്പന്നൂർ ഭാഗത്തേക്ക് വണ്ടി ഓടിച്ചു. അവിടെ ആഴമുള്ള കൊക്കയിലേക്ക് ജെസ്സിയെ തള്ളിയിട്ടു. അവളുടെ മൊബൈൽ ഫോണും അടുത്തുള്ള കുളത്തിലേക്ക് എറിഞ്ഞു. ഇപ്പോൾ കാര്യങ്ങളെല്ലാം വ്യക്തമായി. ഈ കേസ് ഇപ്പോൾ കോടതിയിലാണ്. ജെസ്സിയുടെ മക്കൾ അവരുടെ അവസാന കർമ്മങ്ങളൊക്കെ നടത്തി. സാം ജോർജ് ഇപ്പോൾ ജയിലിൽ ശിക്ഷാവിധി കാത്ത് കഴിയുകയാണ്. ഈ ഒരു കേസിലൂടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, പുറമേ കാണുന്ന ആകർഷണവും മധുര വാക്കുകളും പലപ്പോഴും അപകടകരമായ ഒരു മനസ്സിനെ മറച്ചു വയ്ക്കാം. പ്രണയമൊക്കെ ആകാം, പക്ഷേ പ്രണയത്തിന്റെ പേരിൽ അന്ധമായി വിശ്വസിക്കുന്നത് ജീവിതം തന്നെ നശിപ്പിക്കും. തുടർച്ചയായ കള്ളങ്ങളും വഞ്ചനയും അപമാനവും അവഗണിച്ചാൽ അവ ഒരു ദിവസം ഭീകരമായ ഫലത്തിലേക്ക് തന്നെ വഴിമാറും. ജെസ്സിയുടെ ജീവിതം നല്ലൊരു ഉദാഹരണമാണ്. വർഷങ്ങളോളം അവൾ അനുഭവിച്ചു. സാമിന്റെ സ്വഭാവം ഇനി മാറില്ല എന്നൊരു ഘട്ടത്തിൽ അവൾക്ക് തന്നെ മനസ്സിലായി. എങ്കിൽ പോലും അവൾ പലയിടങ്ങളിലും മൗനം പാലിച്ചു. അതാണ് ജെസ്സി ചെയ്ത പ്രധാനപ്പെട്ടൊരു തെറ്റ്. മുന്നറിയിപ്പുകളുടെ അടയാളങ്ങൾ സമയത്ത് തിരിച്ചറിയുകയും സ്വന്തം അഭിമാനത്തെ വിലമതിച്ചുകൊണ്ട് ആവശ്യമുള്ള സമയത്ത് സഹായം തേടുകയും ചെയ്താൽ ജീവൻ രക്ഷിക്കാനാകും. അത് ജെസ്സി അവിടെ ചെയ്തില്ല. ഒരുപാട് റെഡ് ഫ്ലാഗ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ നന്നാകും, ഭർത്താവ് നാളെ നന്നാകും, മറ്റന്നാൾ നന്നാകും, മരിക്കുന്നതിന് ഒരു ദിവസം മുൻപെങ്കിലും നന്നാകും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ജെസ്സി ജീവിച്ചത്. പക്ഷെ സാം ജോർജ് അങ്ങനൊരു സ്വഭാവമുള്ളവനായിരുന്നില്ല. വൺസ് എ ചീറ്റർ ഓൾവേസ് എ ചീറ്റർ എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. സാം ജോർജിന് അതവന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നൊരു സ്വഭാവമായിരുന്നു. അതൊരിക്കലും നന്നാകില്ല എന്നുള്ളത് ജെസ്സിക്ക് അവസാന നിമിഷം മനസ്സിലായി. പക്ഷെ അത് ഒരുപാട് വൈകിപ്പോയി. നേരത്തെ അവൾ ശബ്ദമുയർത്തിയിരുന്നെങ്കിൽ, ആരോടെങ്കിലും സഹായം ചോദിച്ചിരുന്നെങ്കിൽ
ഒരു പക്ഷേ ഇന്ന് ജെസ്സി ജീവനോടിരുന്നേനെ. അതുകൊണ്ട് നമ്മുടെ ഈ സമൂഹത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും സ്ത്രീകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുരുഷന്മാർ ആരുമായിക്കൊള്ളട്ടെ, അവർ സഹിക്കാം, ഒരു പരിധിവരെയും എല്ലാവരെയും സഹിക്കാം. എന്നാൽ ആ പരിധിക്കപ്പുറം കടക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവനെ തന്നെ ആപത്തായി മാറും. ആ സമയം നിങ്ങൾ സ്വരമുയർത്തിയേ മതിയാവുകയുള്ളൂ. മൗനം പാലിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഈ ഭൂമി കാണാനാവുകയില്ല. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ കേസുകളെക്കുറിച്ച് അറിയാനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും ലൈക്ക് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു വീഡിയോ മറ്റൊരുപാട് പേരിലേക്ക് എത്തിക്കാൻ നിങ്ങൾ നൽകുന്ന ആ ഒരു ലൈക്ക് സഹായിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.